അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഇസ്ലാമിക മര്യാദകളും സംസ്കാരങ്ങളും ഒക്കെയാണ് വിവിധങ്ങളായ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത അധ്യായം ബാബു മൻ ദആ ലി സ്വാഹിബിഹി അൻ അക്തിർ മാലഹു വ വലദഹു. ഒരാൾ തൻ്റെ കൂട്ടുകാരന് വേണ്ടി, തൻ്റെ കൂടെയുള്ള ആൾക്ക് വേണ്ടി അയാളുടെ സമ്പത്തും സന്താനവും അതിൽ വർധനവുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതാണ് അധ്യായത്തിൻ്റെ പേര്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ. ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ചെന്നു. വമാ ഹുവ ഇല്ല അന വ ഉമ്മി വ ഉമ്മു ഹറാം ഖാലത്തി. അന്ന് എൻ്റെ കൂടെ എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയുടെ സഹോദരിയായ ഉമ്മു ഹറാമും ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഞങ്ങളോട് ചോദിച്ചു, അലാ ഉസല്ലി ബിക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് നമസ്കരിക്കട്ടെയോ, ഞാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകി നമസ്കരിക്കട്ടെയോ. വദാക ഫീ ഗൈരി വക്തി സ്വലാത്തിൻ, അന്നാകട്ടെ അപ്പോൾ അത് നമസ്കാരത്തിന് സമയമായിരുന്നില്ല. ഫഖാല റജുലുൻ മിനൽ ഖൗമി. ഈ സംഭവം അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഫഅൈന ജഅല അനസൻ മിൻഹു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസിനെ എവിടെയാണ് നിർത്തിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജഅലഹു അൻ യമീനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലതുഭാഗത്താണ് നിർത്തിയത്. അങ്ങനെ സുമ്മ സ്വല്ലാ ബിന, ഞങ്ങളെയും കൊണ്ട് നബി നമസ്കരിച്ചു. സുമ്മ ദഅ ലന, ശേഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ബികുല്ലി ഖൈരിൻ മിൻ ഖൈരി ദുനിയ വൽ ആഖിറ. യഹലോകത്തെയും പരലോകത്തെയും എല്ലാ ഖൈറിനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ സന്ദർഭത്തിൽ ഫഖാലത്ത് ഉമ്മി, എൻ്റെ ഉമ്മ, അതായത് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഉമ്മ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഹുവൈദിമുക, ഇതാ എൻ്റെ മകൻ അനസ് അങ്ങേക്കുള്ള എളിയ സേവകനാണ്. ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവകനായി തൻ്റെ മകനെ നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായി. 10 വർഷത്തിലധികം ഞാൻ നബിയോടൊപ്പം സേവനം ചെയ്ത് ജീവിച്ചിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ പറയുകയാണ്, ഉദ്ഉല്ലാഹ ലഹു. ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉദ്ഉല്ലാഹ ലഹു, അള്ളാഹുവിനോട് നിങ്ങൾ അനസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഇപ്രകാരം പറയുകയും ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു വ ബാരിക് ലഹു. അള്ളാഹുവേ, ഇവൻ്റെ സമ്പത്തിലും സന്താനങ്ങളിലും നീ വർധനവ് നൽകണമേ, അവന് നീ ബറക്കത്ത് ചൊരിയുകയും ചെയ്യണമേ. ഇവിടെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഒരു വ്യക്തി നിർവഹിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ എല്ലാം കാര്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ തൻ്റെ കുഞ്ഞിനെ ഒരു സേവകനായിക്കൊണ്ട് നബിക്ക് സമർപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഉമ്മ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് നല്ലവരാണ് എന്ന് തോന്നുന്ന ആളുകളോട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹദീസിൽ വന്നത് ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഇപ്രകാരം ഉണ്ടായിരുന്നു എന്നാണ്. അതിനർത്ഥം ഹദീസിൽ ഈ വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ വേറെയും പ്രാർത്ഥനകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഇപ്രകാരം കാണാം, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു. അള്ളാഹുവേ, ഇവന്റെ സമ്പത്തും സന്താനവും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, അതിൽ നീ ബറക്കത്ത് ചൊരിയുകയും ചെയ്യണമേ. ഒരു ഇമാമ്, ഒരു നേതൃത്വത്തിലുള്ള ആള് തൻ്റെ കീഴിലുള്ള ആളുകളെ എപ്രകാരം പരിഗണിക്കുന്നു എന്നുകൂടി ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ധാരാളം മക്കളുണ്ടായി, മക്കളായും പേരക്കുട്ടികളായും ധാരാളം സന്താനം ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ അൻസ്വാറുകളിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഞാൻ എന്നും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി, അവരുടെ നന്മക്ക്, ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയും അവരുടെ സന്താന സമ്പത്തിൻ്റെ എല്ലാം വർധനവിനും അതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബർക്കത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കൽ നല്ല കാര്യമാണ്. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ തോന്നുന്ന നല്ല ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാവുന്നതുമാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.